എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതി ആകെ സങ്കടത്തിലായതുകൊണ്ട് തന്നെ സച്ചി പിടിച്ച് അടുത്തിരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാണ്? ഒരുപാട് തവണ വീണതല്ലേ ഞാൻ. എൻ്റെ കാർ ആദ്യം നഷ്ടപ്പെട്ടു, അതിനുശേഷം പിന്നെ കിട്ടി, പിന്നെയും ഓരോ പ്രശ്നങ്ങൾ കാരണം അത് നഷ്ടപ്പെട്ടു, പിന്നെയും കാർ കിട്ടി. അങ്ങനെയല്ലേ ഞാൻ ഓരോരുത്തു നിന്നും വീണിടത്തു നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ വീണ് പോകരുത്, സധൈര്യം എഴുന്നേറ്റ് ഓടണം, എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് രേവതി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും രേവതി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ സങ്കടത്തിൽ തന്നെ വന്ന് നിൽക്കും. എന്നാലും സച്ചേട്ടൻ എനിക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇട്ട് തന്നതാണ് ആ പൂക്കട, അതെനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ കട നിൻ്റെ കുഴപ്പം കൊണ്ട് പോയതല്ലല്ലോ, ആരോ പരാതി കൊടുത്തതല്ലേ. ഈ പരാതി കൊടുത്തവരും ഇത്രയൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. നീ കടയിൽ പോകുന്നതും നീ സ്വന്തം കാലം നിൽക്കുന്നതും ഒക്കെ അവസാനിപ്പിച്ച് ഇവിടെ ഈ അടുക്കളയിൽ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടണമെന്ന്. അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് സാധിച്ചു കൊടുക്കരുത്, അതിനെതിരെ പൊരുതി വിജയിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിച്ച് നിർബന്ധിച്ച് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്ത് കഴിപ്പിക്കും കേട്ടോ സച്ചി. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു, നമ്മുടെ ചന്ദ്രയാണ് ഓടി നടക്കുവാണ് രേവതി അന്വേഷിച്ച്. രാവിലെ കോഫി കിട്ടിയില്ല, അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പം അടുക്കളയിൽ പാത്രം പോലും കഴുകിയിട്ടില്ല, ആരും അടുക്കളയിൽ കയറിയിട്ടില്ല. ദേഷ്യം വരുന്നു, അവിടെയെല്ലാം രേവതിയെ വിളിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് രണ്ടാം നിലയിലേക്ക് കയറി വരുമ്പം ശ്രുതിയെ കാണും. അന്നേരം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ രേവതി കണ്ടായിരുന്നോ? രേവതി നിനക്ക് കോഫി കൊണ്ട് തന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി, എനിക്ക് കൊണ്ട് തന്നില്ല എന്ന് പറയും. അന്തേക്ക് ശ്രുതി ഇറങ്ങി വരും. ശ്രുതി പറയുന്നുണ്ട്, അതെ, ഒരു കോഫി പോലും രാവിലെ കിട്ടിയില്ല, ഞാൻ രാവിലെ പോയി നോക്കിയത് അവിടെയൊന്നും കണ്ടില്ല എന്ന് പറയും. അന്തേക്കും കേട്ടോ രേവതി ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നേരം രേവതി കാണുന്നത് ശ്രുതി ഇതേ വരുന്നു എന്നിങ്ങനെ പറയുക. നേരം ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ എന്തെടുക്കുമായിരുന്നു ഇത്ര നേരമായിട്ട് നീ അടുക്കളയിൽ കയറിയിട്ടില്ലേ? ഒരു കോഫി പോലും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, ഇന്നൊരു ദിവസം നിങ്ങൾക്ക് തന്നെ കോഫി ഇട്ട് കുടിച്ചു എന്ന് കരുതി എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതൊക്കെ ആഹാ, ഇനിയിപ്പം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കുടിക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്ക് പൂക്കടയുള്ള സമയത്ത് നീ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും തീർത്ത് പൂ മേടിക്കാനായിട്ട് ഓടുമായിരുന്നല്ലോ, ഇപ്പം നിനക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്നാൽ രേവതി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അമ്മ, എൻ്റെ കട പോയതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ ആകെ വിഷമിച്ച് ഒരുപാട് താമസിച്ചാണ് ഉറങ്ങിയത്, നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടാണ് എഴുന്നേക്കാൻ താമസിച്ചത് എന്ന് പറയുക കേട്ടോ. അന്നേരവും ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ല. ചന്ദ്ര പറയുന്നത് ജോലി എടുക്കാതിരിക്കാൻ വേണ്ടി വെറുതെ നുണ പറയുന്നതാണ്, തലവേദനയാണ് എന്നൊക്കെ, ഞങ്ങളെ കൊണ്ട് അടുക്കളയിൽ കയറ്റിക്കാൻ വേണ്ടി. നിനക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ എന്താ എന്നൊക്കെ ചോദിച്ച് പിന്നെയും പറയുക. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഒരു കട തുടങ്ങുന്നതിന് അതിൻ്റേതായ രീതികളൊക്കെ ഉണ്ട്, അതില്ലാതെ തുടങ്ങിയതുകൊണ്ടല്ലേ കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറയുവാണ്, അതെങ്ങനെയാണ്, അവനോ മണ്ടന, അവന് ലോകവിവരമില്ല, അതുപോലെ തന്നെ ഇവളും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചതുപോലെ പൂക്കട വെക്കാനൊന്നും പറ്റത്തില്ല, അതിനുള്ള വിവരം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുവാണ്, എന്ത് അഹങ്കാരമായിരുന്നു പൂക്കട ഉണ്ടായിരുന്നപ്പം, അയ്യോ സ്വന്തം കാലേ നിൽക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഭയങ്കര വലിയ മോഹങ്ങളൊക്കെ അല്ലായിരുന്നു, എല്ലാം അങ്ങ് തീർന്നു കിട്ടിയില്ലേ? ഇതാടി പറയുന്നത്, ഞാൻ അന്നേ പറഞ്ഞതാണ് എൻ്റെ പേരിൽ ഈ വീട് പരിസരത്ത് കട തുടങ്ങരുത് എന്ന്. അന്നേരം ഭയങ്കര അഹങ്കാരത്തോടെ തുടങ്ങിയതല്ലേ, ഇത് ഈശ്വരന്മാർക്ക് പോലും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഒറ്റയടിക്ക് കൊടുങ്കാറ്റെടുത്ത് അടിച്ചെടുത്തുകൊണ്ട് പോയതുപോലെ ആ കട അങ്ങ് പോയത്, ഇപ്പം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അത് ഈശ്വരനാണോ ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് പോയത്, അതോ ഇവിടെയുള്ള ചില അസൂയക്കാരാണോ എന്നൊക്കെ ഞാൻ പതിയെ കണ്ടുപിടിച്ചോളാം, അന്ന് ഞാൻ എൻ്റെ ദേഷ്യം മൊത്തം അങ്ങ് തീർക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് ചന്ദ്രയ്ക്കും ശ്രുതിക്കുവേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവളുടെ തലയിലേക്ക് കയറുന്നതെന്ന് ചോദിക്കും. അന്നേരം ഇവൾ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല, ഒരു കോഫി പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവൾക്ക് മാത്രമേ അടുക്കളയിൽ കയറാവുള്ളൂ, നിങ്ങൾക്ക് ആർക്കും അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന പാർലയിടത്തിയുടെ കൈക്ക് തന്നെ വല്ല അസുഖമുണ്ടോ, ഇവർക്ക് അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുവാണ്, രാവിലെ ഒരു കോഫി കിട്ടാത്തതുകൊണ്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല എന്ന്. അന്നേരം സച്ചി പറയുന്നുണ്ട്, എടാ നിനക്ക് ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ നിനക്ക് കോഫി കുടിക്കണമെങ്കിൽ നിൻ്റെ ഭാര്യയോട് പോയി അടുക്കളയിൽ കയറി കോഫി ഉണ്ടാക്കാൻ പറയണം, അതിന് രേവതിയുടെ തലയിൽ കയറുമല്ല ചെയ്യേണ്ടതെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ഇവിടുത്തെ മറ്റേ വരുമ്പോൾ അവളോടുകൂടെ അടുക്കളയിൽ കയറാൻ പറ എന്നൊക്കെ സച്ചി പറയുന്നതേക്കും ചന്ദ്ര, ആഹാ ഇവർക്കൊക്കെ വേറെ ജോലിയുണ്ട്, ഇവർ വേറെ ജോലിക്ക് പോയി സമ്പാദിക്കുന്നുണ്ട്, അല്ലാതെ നിൻ്റെ ഭാര്യ പോലെ ഇവിടെ അടുക്കളപ്പണിയും എടുത്ത് വെറുതെ ഇരിക്കാൻ പോവല്ല. ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി സമ്പാദിക്കുന്നുണ്ട്, വർഷ കോടീശ്വരിയാണ്, എന്നിട്ടും ഡബ്ബിങ്ങിനൊക്കെ പോയി സമ്പാദിക്കുന്നുണ്ട്, അല്ലാതെ നിൻ്റെ ഭാര്യ പോലെയല്ല, നിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് തിന്ന് തീർക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതേക്കും സച്ചിക്ക് ദേഷ്യം വരും. സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ രേവതി മാത്രം അടുക്കളയിൽ കയറി ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കാൻ നിൽക്കണ്ട,
നീ ഉണ്ടാക്കണ്ടടി എന്ന് പറയും. അന്തേക്ക് ശ്രുതി അയ്യോ ഞങ്ങളുടെ പേരിൽ ഇനി ആരും വഴക്കുണ്ടാക്കണ്ടേ, ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പോവാട്ടെ ശ്രുതിയും. അന്തേക്കും ചന്ദ്രൻ നിനക്ക് സമാധാനമായില്ലേ, നീ ഇനി ഒന്നും ഉണ്ടാക്കണ്ടേ, നീ എന്തിനാ നേരത്തെ എഴുന്നേറ്റ് വന്നേ, പോയി കിടന്ന് ഉറങ്ങിക്കോ, ഇനിയിപ്പം ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, വേറൊരാൾ നടക്കാൻ പോയിട്ടുണ്ട്, ആ ആൾ വരുമ്പോഴും നീ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ എന്നിങ്ങനെ പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, നീ രേവതി നീ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അച്ഛന് മാത്രം ചെയ്തു കൊടുത്താൽ മതി, ബാക്കി എല്ലാവർക്കും കൈയും കാലും ഒക്കെ ഉള്ളത് വേണ്ടി തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയും കേട്ടോ. എന്നിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രൻ പിന്നെയും രേവതിയുടെ തലയിൽ കയറാൻ നോക്കും. അന്നേരം സച്ചി തിരിച്ചു വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഇവർ പറയുന്നത് കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട, നിനക്ക് പറ്റുന്നത് നീ ചെയ്താൽ മതി എന്ന് പറയുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് നേരല്ലേ, ഇവിടെ അടുക്കളപ്പണിയും എടുത്ത് ഇതിൻ്റെ അകത്ത് കിടന്ന് വട്ടം കറങ്ങാൻ ഈശ്വരൻ പോലും എന്നെ വിധിച്ചേക്കുന്നത്, അതുകൊണ്ടാണല്ലോ എൻ്റെ കട പോയത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി സങ്കടപ്പെട്ടങ്ങ് പോവാട്ടോ. അന്നേരം അത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ട്, ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചന്ദ്രയ്ക്ക് കേട്ടോ. ഏതായാലും രേവതി അടുക്കളയിലേക്ക് ഇറങ്ങി വരുന്നു. അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും ആകെ പാത്രവും സാധനങ്ങളെല്ലാം കഴുകാനും ഒക്കെ ആയിട്ട് വൃത്തികേടായി കിടക്കും. ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലോ. കുറച്ച് നേരം ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കും. എന്നിട്ട് പിന്നെയും പണിയൊക്കെ തുടങ്ങുവാണ്. ഈ സമയം റെഡിയായി പുറത്ത് പോകാൻ തുടങ്ങുമായിരുന്നു സച്ചി. അന്തേക്കും സച്ചി കേൾക്കാൻ വേണ്ടി പറയുവാണ് ചന്ദ്ര, ഇതാണ് പറയുന്നത്, പരുന്ത് പറക്കുന്നത് കണ്ടിട്ട് കുരുവി പറക്കാൻ ശ്രമിക്കരുത്, നടക്കൂല, താഴെ വീണ് ചാകത്തേ ഉള്ളൂ എന്ന് ഇപ്പം മനസ്സിലായി കാണും പലർക്കും എന്നിങ്ങനെ പറയുക. അന്നേരം സച്ചിക്ക് കാര്യം മനസ്സിലായ സച്ചിയെ കൂത്തുന്നതാണ്. അന്നേരം സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഉയരത്തിൽ പറന്നിട്ട് കാര്യമൊന്നുമില്ല, നേടേണ്ടത് കുരുവി ഇരിക്കുന്നിടത്ത് നിന്ന് നേടിയെടുത്തോളും, കുരുവി ഇരിക്കുന്നിടത്ത് ഒരിക്കലും പരുന്തിനും ഇരിക്കാൻ പറ്റില്ല, അതോർത്ത് നിങ്ങൾ ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ടെന്ന് പറയുമ്പോൾ ഊവടാ ആ കട അവിടെ വെക്കേണ്ടെന്ന് ഞാൻ അന്നേരെ പറഞ്ഞതാണ്, അപ്പോൾ എന്നെ നാണം കെടുത്തണം, എന്നിട്ട് ഇപ്പോൾ എന്തായി, ഇവൾക്ക് ഇതാണ് വിധി, ഈ അടുക്കളയിൽ കിടന്ന് വട്ടം കറങ്ങാനേ ഇവൾക്ക് വിധിയുള്ളൂ, നീ നോക്കിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ട്. ഇത് കേൾക്കുന്ന രേവതിക്ക് സങ്കടമാകുന്നുണ്ട്. ഏതായാലും സച്ചി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രവി അങ്ങോട്ട് കയറി വന്നെ. നീ പോവുകയാണോ, ട്രിപ്പ് ഉണ്ടോടാ ചോദിക്കുമ്പം ട്രിപ്പൊന്നും ഇല്ല അച്ഛാ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലൊന്നുമല്ല, രേവതിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവളുടെ സങ്കടം എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് പറയുമ്പം രവിയും പറയുന്നുണ്ട് അത് നേരാണ്, രേവതി മോളുടെ സങ്കടം മാറ്റണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണം, കോർപ്പറേഷൻ ഓഫീസിൽ വേണമെങ്കിൽ ഞാനും വരാമെന്ന് പറയും. അങ്ങനെ സച്ചി പറയും വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പം രവി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവർ കട വിട്ടു തരില്ല എന്നോ അല്ലെങ്കിൽ ഇനി അവിടെ കട വെക്കാൻ പാടില്ല എന്നോ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആകെ വിഷമമാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം. അതിലൂടെ നടന്നു പോരുമ്പം ആ പൂക്കട ഇരിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ആകെ വിഷമാവും. അവിടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ രേവതി മോള് പൂ കെട്ടിക്കൊണ്ട് നിൽക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം, മോളുടെ ആ മുഖത്തെ സങ്കടം മാറ്റാൻ വേണ്ടി നിനക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ ചെയ്യണം എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്, ഏതായാലും രേവതിയുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം രവി ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന്. അന്നേരം സച്ചി പറയും എനിക്ക് സംശയമുണ്ട്, ഇവിടെ ഉള്ളവരെ തന്നെയാണ് എനിക്ക് സംശയം, പക്ഷേ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കാത്തത്, അച്ഛനും സംശയമില്ലേന്ന് ചോദിക്കും. അന്നേരം രവി പറയും സംശയമുണ്ട്, പക്ഷേ നമുക്ക് തെളിവില്ലാതെ ആരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഏതായാലും അമ്മയുടെ കുത്തുവാക്ക് അവസാനിപ്പിക്കണം, അമ്മയുടെ കുത്തുവാക്ക് കേട്ട് രേവതി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, അമ്മയുടെ കുത്തുവാക്കിന് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് എനിക്ക് തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് പറയുമ്പം അങ്ങനെ തന്നെ വേണം മോനെ, രേവതിയുടെ സങ്കടം നീ മാറ്റണം എന്ന് പറയുമ്പം ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ അച്ഛാ, എനിക്ക് അവളുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ സച്ചി അവിടെ നിന്ന് പോരുന്നത്. സച്ചി കോർപ്പറേഷൻ ഓഫീസിൽ ചെല്ലുമ്പം വണ്ടി വിട്ടു കൊടുക്കാം, പക്ഷേ അവിടെ പൂക്കട വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അവർ, അതുകൊണ്ട് സങ്കടപ്പെട്ടാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വരുന്നത്. അന്നേരം കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അവരെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയൂ കേട്ടോ. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആരാടാ അവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് മിക്കവാറും എൻ്റെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും, പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അങ്ങനെ ഒരു കാര്യം അവിടെ ഉള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണടാ എന്ന് പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് അതിന് പുറകെ പോകാൻ പറ്റിയില്ല, രേവതിയുടെ സങ്കടം മാറ്റണം, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർക്കും ഭയങ്കര സങ്കടം കേട്ടോ. ഏതായാലും പൂ വിറ്റാണേലും സമ്പാദിക്കാൻ തുടങ്ങിയപ്പം രേവതിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു, അത് അവസാനിച്ചല്ലോ, അതൊരിക്കലും രേവതിക്ക് സഹിക്കാൻ പറ്റിയല്ല എന്ന് കൂട്ടുകാരും പറയുന്നുണ്ട്. അന്നേരം സച്ചി നോക്കിയാൽ എന്താണ് ഒരു മാർഗ്ഗം, വലിയ കട ഇട്ട് കൊടുത്താലോ, AC ഒക്കെ ഉള്ള ഒരു വലിയ കട അവൾക്ക് ഇട്ട് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാർ അന്തിച്ച് നിൽക്കുവാണേ. അന്നേരം സച്ചി തന്നെ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് ഓർത്തല്ലേ നിങ്ങളിങ്ങനെ അന്തിച്ച് നിൽക്കുന്നത്, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ആഗ്രഹിച്ചാലേ നമ്മൾ അവിടുത്തെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തത്തുള്ളൂ, അതുകൊണ്ടാണെന്ന് പറയും. അന്നേരം അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, ഇപ്പം നമുക്ക് രേവതിയുടെ സങ്കടം മാറ്റണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും സച്ചി. അങ്ങനെ എല്ലാവരും എന്താണ് ഒരു മാർഗ്ഗം എന്നോർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിടത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
ഏതായാലും ഈ കൂട്ടുകാരിൽ നിന്നൊക്കെ തന്നെയാണ് മൊബൈൽ പൂക്കട എന്നൊരാശയം സച്ചിക്ക് കിട്ടുന്നതും. പിന്നീട് ഒരു ബൈക്ക് സ്കൂട്ടർ പുതിയത് മേടിക്കാനുള്ള ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആ കൂട്ടുകാരുടെ കയ്യിലുള്ള പൈസയെല്ലാം അവരെടുത്ത് കൊടുക്കും. എന്നിട്ട് അതുമായിട്ട് പോയി സച്ചി വണ്ടിയൊക്കെ മേടിച്ച് രേവതിയെ സന്തോഷിപ്പിക്കാനുള്ള സർപ്രൈസുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പം ആകെ വിഷമിച്ച് നെഞ്ച് തകർന്നു പോകുന്നത് ശ്രുതിയുടെയും സുധിയുടെയും ചന്ദ്രയുടെയും ഒക്കെയാണ്. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ അത് സ്വീകരിക്കും.